ഹായ് ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടത് ഇലക്ട്രോണിക്സിലെ. അതായത് പി എൻ ജംഗ്ഷൻ ഫോർമേഷനും ബാരിയർ പൊട്ടൻഷ്യലും ഡിപ്ലീഷൻ ലെയറും ഒക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ് സ്കൂളിൽ. എന്നാലും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ കണക്ഷൻ വന്നിട്ടുണ്ട്, ഒരു ജംഗ്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എന്തോ ഡിസ്കഷനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. So if we join or fuse P and N type semiconductor materials together, they behave in a very different way, merging together and producing what is generally known as PN junction. അപ്പോൾ അതായത് ഒരു പി ടൈപ്പ് മെറ്റീരിയലിനെയും എൻ ടൈപ്പ് മെറ്റീരിയലിനെയും കൂട്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരുടെയും സ്വഭാവം ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം. അവർ വേറൊരു സ്വഭാവം കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് കൊടുന്ന് ജോയിൻ ചെയ്യുന്നതല്ല ചെയ്യുക, ഒരൊറ്റ മെറ്റീരിയൽ തന്നെ ഒരു ഭാഗം പി ടൈപ്പും ഒരു ഭാഗം എൻ ടൈപ്പ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അത് തൽക്കാലം നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ആ ഭാഗത്തോട്ടൊന്നും പോകണ്ട. So when N-type semiconductor and P-type semiconductor materials are first joined together, a very large density gradient exists between both sides of the PN junction. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ഡിഫ്യൂഷൻ എന്നും ഡ്രിഫ്റ്റ് എന്നൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളാണ് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഒന്ന് പി ടൈപ്പ് ആണ്, ഒന്ന് എൻ ടൈപ്പ് ആണ്. അപ്പോൾ നമുക്കറിയാം എൻ ടൈപ്പിൽ കൂടുതൽ ഇലക്ട്രോൺസും പി ടൈപ്പിൽ കൂടുതൽ ഹോൾസുമാണ് ഉള്ളത് എന്നുള്ള മെജോറിറ്റി കാരിയേഴ്സ് വരുന്നത്. അപ്പോൾ അവരാണ് കണക്ട് ചെയ്യുന്ന നേരത്ത് നമുക്ക് നോക്കിയാൽ കാണാം എൻ ടൈപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ ടൈപ്പിൽ എന്താണ്, പോസിറ്റീവ് ഡോണർ അയൺസും നെഗറ്റീവ് ഇലക്ട്രോൺസും ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഈ കാണുന്നത്. വട്ടത്തിൻ്റെ ഉള്ള ഡോണർ അയൺസ് ആണ്. ഇപ്പുറത്താണെങ്കിൽ പി ടൈപ്പിലാണെങ്കിൽ വട്ടത്തിൻ്റെ ഉള്ള അയൺസ് ആണ്, നമ്മുടെ ആക്സെപ്റ്റർ അയൺസ് ആണ്, പോസിറ്റീവ് ചാർജ് ഹോൾസ്, അതാണ് ഈ പ്ലസ് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മൈനസ് ഇലക്ട്രോൺസ് ആണ്, ഇവിടുത്തെ പ്ലസ് ഹോൾസ് ആണ്, മറ്റേത് അയൺസ് ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ എന്തിൻ്റെയാണ്, ഇലക്ട്രോൺസിൻ്റെ ആണ്. ഇവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ എന്തിൻ്റെയാണ്, ഹോൾസിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ഒരു ഫിഗറിലോട്ട് നോക്കണ്ട, എന്താ അവിടെ നടക്കാൻ നമുക്ക് പറയാം. ഒബ്വിയസ്ലി ഗ്രേഡിയൻറ്റ് വന്നാൽ അവിടെ എന്ത് സംഭവിക്കും, ഡിഫ്യൂഷൻ സംഭവിക്കും. സോ ചാർജ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ. ഹോൾസും ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ജംഗ്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതാണ് പറയുന്നത്. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദീസ് പി ആൻഡ് എൻ ലേയേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഹൗ ഹെവിലി ഈച്ച് സൈഡ് ഈസ് ഡോപ്പ് വിത്ത് ആക്സെപ്റ്റഡ് ഡെൻസിറ്റി ആൻഡ് ഡോണർ ഡെൻസിറ്റി. എത്രത്തോളം ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരു സൈഡിൽ ഇലക്ട്രോൺസ് ആണല്ലോ കൂടെ. അപ്പോൾ ഇവർ ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ട് ചാടാൻ നോക്കും, ഹോൾസ് അവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ നോക്കും. എന്നിലത്തെ ഇലക്ട്രോൺ പിയിലോട്ട് പോകാനും പിയിലത്തെ ഇലക്ട്രോൺ എന്നിലോട്ട് വരാനും ഇതിന് ശേഷമുള്ള അറേഞ്ച്മെന്റ് ആണ്, അത് നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ അവിടെ അതാണ് സംഭവിക്കുന്നത്. പ്രോസസ് കണ്ടിന്യൂസ് ബാക്ക് ആൻഡ് ഫോർത്ത് അൺടിൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് which have crossed the junction have a large enough electrical charge to repel or prevent any more charge carriers from crossing over the junction. And eventually a state of equilibrium will occur, producing a potential barrier zone around the area of the junction as the donor atoms repel the holes and the acceptor atoms repel the electrons. അതായത് ഇവിടെ സംഭവിക്കുന്നതാണ്, ഇലക്ട്രോൺസ് കുറേ ഇവിടുന്ന് അങ്ങോട്ടും ചാടി, കുറേ പേര് ഇങ്ങോട്ടും ചാടി. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക, ഇലക്ട്രോൺ ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്യും. അവർ കണക്റ്റ് ആവും, കൂട്ടി ജോയിൻ ചെയ്തിട്ട് അവരെന്തായി റീകമ്പൈൻ ചെയ്ത് പെയേഴ്സ് ആയിട്ട് ഒഴിവായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ചൊക്കെ ഈ ഒരു ഏരിയയിൽ ഈ ജംഗ്ഷൻ്റെ അടുത്ത് എന്ത് സംഭവിക്കും, ഈ ഭാഗത്തെ ഇലക്ട്രോൺസ് ഹോൾസ് ആയിട്ട് ന്യൂട്രലൈസ് ആയി പോകും, ഇപ്പുറത്തെ ഹോൾസ് എന്തായിട്ടാണ് ഇലക്ട്രോൺസ് ആയിട്ട് ന്യൂട്രലൈസ് ആയി പോകും. അപ്പോൾ ഇവിടെ ചാർജ് കാരിയേഴ്സ് ഫ്രീ ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഇവിടെയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എഗെയിൻ ആര് മാത്രമേ കാണുള്ളൂ, പി ടൈപ്പിലാണെങ്കിൽ നെഗറ്റീവ് ഡോണർ എന്താ പറയുക ആക്സെപ്റ്റർ അയൻസും, എൻ ടൈപ്പിലാണെങ്കിൽ പോസിറ്റീവ് ഡോണർ അയൻസും ആയിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് വരും. അതായത് വേറെ ചാർജ് കാരിയേഴ്സും എൻ ടൈപ്പിലത്തെ ഇലക്ട്രോൺസ് ഒന്നും ഈ ഭാഗത്ത് ഇല്ലാൻ്റെ ആയി, ഈ ഭാഗത്ത് പി ടൈപ്പിലെ ഹോൾസ് ഇല്ലാണ്ടായി. ഇപ്പോൾ ഇവരെന്താ ഇനി സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നെഗറ്റീവ് ആണല്ലോ ചാർജ്, ഇപ്പുറത്ത് ഇനി ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടാൻ സമ്മതിക്കില്ല. അതേപോലെ ഇത് പോസിറ്റീവ് ആണല്ലോ ചാർജ്, അപ്പുറത്ത് ഇനി ഹോൾസിന് ഇങ്ങോട്ട് ചാടാൻ സമ്മതിക്കില്ല. അപ്പോൾ അവർ അവിടെ ഒരു മറ അല്ലെങ്കിൽ ഒരു തടയായിട്ട് ഒരു ബാരിയർ ആയിട്ട് അവിടെ അങ്ങോട്ട് നിൽക്കും. ഈ ചാർജ് കാരിയേഴ്സ് അല്ല, അയൺസ് എന്ന് പറയുന്നത്, ഈ മൊബൈൽ അയൺസ് എന്ന് വിളിക്കാം. അവരവിടെ സ്റ്റേഷനറി ആയിട്ട് അവിടെ ഒരു ബാരിയർ ആയിട്ട് അവിടെ ഉണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പോസിബിൾ. അപ്പോൾ ഡിഫ്യൂഷൻ കഴിഞ്ഞു, നടുവിൽ എന്ത് വരും, ഒരു ബാരിയർ വരും. സോ സിൻസ് നോ ഫ്രീ ചാർജ് കാരിയേഴ്സ് ക്യാൻ റെസ്റ്റ് ഇൻ എ പൊസിഷൻ where there is a potential barrier, the regions on either side of the junction now become completely depleted of any more free electrons in comparison to the n type and p type material. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു സൈഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഇപ്പുറത്ത് ഹോൾസും ഉണ്ട്. ബട്ട് ഈ ഒരു റീജിയനിൽ, ഈ ജംഗ്ഷൻ്റെ തൊട്ടുള്ള അപ്പുറപ്പുറമായിട്ടുള്ള റീജിയനിൽ ലെഫ്റ്റ് സൈഡിൽ എൻ റീജിയനിൽ പോസിറ്റീവ് അയൺസും പി റീജിയനിൽ നെഗറ്റീവ് അയൺസും ആണ്. അവിടെ എന്തില്ല, ചാർജ് കാരിയേഴ്സ് ഇല്ല. ദാറ്റ് റീജിയൻ ഈസ് ഡിപ്ലീറ്റഡ് ഓർ ഡിവോയിഡ് ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിൻ്റെ പ്രസൻസ് ഇല്ല, ആബ്സെൻസ് ആണ്. അവിടേക്ക് ചാർജ് കാരിയേഴ്സ് എത്താനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുക, ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ. സോ ദിസ് ഏരിയ അറൗണ്ട് ദ പി എൻ ജംഗ്ഷൻ ഈസ് നൗ കോൾഡ് ആസ് ദി ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് ഇവിടെ നോക്കാം.
അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഒരു പി ടൈപ്പും എൻ ടൈപ്പും കൂടി കണക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഹോൾസും മറ്റേ മാത്രമേ കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു, ന്യൂട്രലൈസ് ആവുന്നു. അപ്പോൾ ആ ന്യൂട്രലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവിൽ നമുക്ക് ഇവിടെ എന്താ അയൺസ് മാത്രം ആണ്, നെഗറ്റീവും അപ്പുറത്ത് പോസിറ്റീവ് അയൺസ് ആണ്. അപ്പോൾ അത് ഒരു ബാരിയർ ആയിട്ട് തുടർന്ന് ഇനി ഇവരേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവിടെ കാണിച്ചത്. അപ്പോൾ അതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിൽ പറയാം. കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് അപ്പുറം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ന്യൂട്രലൈസ് ആയി, പിന്നെ അവർ എന്ത് മാത്രമാവും ചാർജ്. അപ്പോൾ എൻ റീജിയൻ്റെ ഇവിടെ ഒരു ബൗണ്ടറി ആരാ? പോസിറ്റീവ് അയൺസും നമ്മുടെ ഡോണർ അയൺസും, ഇപ്പുറത്താണെങ്കിൽ ആക്സെപ്റ്റർ അയൺസും കൂടിയിട്ട് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് പോസിറ്റീവ് ആണ്, മറ്റേ സൈഡ് എന്താ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഇത് വരുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിന് അക്രോസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് പോസിറ്റീവ് എന്നുള്ള രീതിക്ക് വരും, കാരണം ഇവിടെ പോസിറ്റീവ് അയൻസ് ആണ്, ഈ ഒരു നെഗറ്റീവ്. ഈ ഒരു രീതിക്കാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പി എൻ ജംഗ്ഷൻ. അതിൻ്റെ ഇടയിൽ പിയും എന്നും തമ്മിൽ കണക്ഷൻ വന്നു, നടുവിൽ എന്ത് വന്നു? ഒരു ബാരിയർ വന്നു, ഒരു ഡിപ്ലീഷൻ ലെയർ വന്നു. ഡിപ്ലീഷൻ ലെയർ ഈസ് ഡിവോയിഡ് ഓഫ് ചാർജ് കാരിയേഴ്സ്. എന്ത് മാത്രമേ ഉള്ളൂ? എന്നിൽ നെഗറ്റീവ്, എൻ ടൈപ്പിൽ എന്തായിരിക്കും? പോസിറ്റീവ് അയൻസ് ആയിരിക്കും എന്ന് ആലോചിക്കുക. വരയ്ക്കുമ്പോൾ തെറ്റിച്ച് വരയ്ക്കരുത്. ഇവിടെ പോസിറ്റീവ് അയൻസും പിയിൽ എന്തായിരിക്കും? നെഗറ്റീവ് അയൻസ് ആയിരിക്കും. കാരണം എന്നിൽ ഉള്ള ആൾക്കാർ ആരാണ്? ഡോണറാണ്. പിയിലുള്ള ആരാണ്? ആക്സെപ്റ്റർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ കിടക്കുന്നത് ഹോൾസ്, അപ്പുറത്ത് കിടക്കുന്ന ഇലക്ട്രോൺസ്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് തന്നെ വരച്ച് പഠിക്കുക. ഓക്കെ, ഇത് ഡിഫ്യൂഷൻ കാരണമാണ് ഇപ്പോൾ എന്തായത്? ഇങ്ങനെ സെറ്റ് ആയത്. ഇതിന് അക്രോസ് ഒരു ബാറ്ററി, ഒരു വോൾട്ടേജ് നിൽക്കുന്ന പോലെയായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് ടു എൻ റീജിയൻ, നെഗറ്റീവ് ടു പി റീജിയൻ എന്നുള്ള രീതിക്ക്. സോ ആസ് ദ എൻ ടൈപ്പ് മെറ്റീരിയൽ ഹാസ് ലോസ്റ്റ് ഇലക്ട്രോൺ ആൻഡ് പി ടൈപ്പ് മെറ്റീരിയൽ ഹാസ് ലോസ്റ്റ് ഹോൾസ്, എൻ ടൈപ്പ് മെറ്റീരിയൽ ബിക്കം പോസിറ്റീവ്. ടൈപ്പ് പോസിറ്റീവായി, പി ടൈപ്പ് എന്താ ആ രീതിക്കായി മാറി. ആൻഡ് ദെൻ ദ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി അയൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ജംഗ്ഷൻ കോസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് അക്രോസ് ദിസ് റീജിയൻ വിത്ത് എൻ സൈഡ് ആസ് പോസിറ്റീവ് ആൻഡ് പി സൈഡ് ആസ് നെഗറ്റീവ്. ഓക്കെ, ആൻഡ് ദിസ് നെറ്റ് നെഗറ്റീവ് ചാർജ് അറ്റ് ദ പി സൈഡ് ഓഫ് ദ പി എൻ ജംഗ്ഷൻ പ്രിവെൻറ്റ്സ് ദ ഫർദർ, നേരത്തെ പറഞ്ഞാണ് ഫർദർ ഫ്ലോ ഇനി അങ്ങോട്ട് സമ്മതിക്കില്ല, അപ്പുറത്ത് ഇങ്ങോട്ടും സമ്മതിക്കില്ല. സിമിലർലി ദ നെറ്റ് പോസിറ്റീവ് ചാർജ് ഓൺ എൻ സൈഡ് എന്തിനും സമ്മതിക്കില്ല? ഹോൾസിന് ചാടാനും സമ്മതിക്കില്ല. ഹെൻസ് പോസിറ്റീവ് charge present at the N side and negative charge present at the P side of the junction acts as a barrier between the P type and N type. And this electric field created by diffusion process has created a built-in potential. ഇപ്പോൾ ഇവിടെ ഒരു ആ ഡിഫ്യൂഷൻ കാരണം എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവുന്നു. ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ തന്നെ, ഒരു ബാറ്ററി എന്നുള്ള സെല്ലിൽ എന്നുള്ള പോലെ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലോട് വന്നു, അതിനെ വിളിക്കുന്നതാണ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ അവിടെ ഡെവലപ്പായി. ആൻഡ് സ്യൂട്ടബിൾ പോസിറ്റീവ് വോൾട്ടേജ് or forward voltage applied between the two ends of the PN junction can supply extra free electrons and holes with extra energy, and the external voltage required to overcome this potential barrier that now exists is very much dependent upon the type of the semiconductor material used ആൻഡ് ഇറ്റ്സ് ആക്ച്വൽ ടെമ്പറേച്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു എൻ ടൈപ്പും പി ടൈപ്പും തമ്മിലുള്ള കണക്ഷൻ വന്നപ്പോൾ അവിടെ ഒരു ബാരിയർ സെറ്റായി, ഒരു എന്താ പറയുക, ഒരു പൊട്ടൻഷ്യൽ അതിനെ ക്രോസ് ഡെവലപ്പായി. ആ ഡെവലപ്പിനെ നമ്മൾ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ആ ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കാരണമാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചാടാൻ പറ്റാൻ്റെ ഇലക്ട്രോൺസ് ഈ ഭാഗത്തും ഹോൾസ് ഈ ഭാഗത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ചാടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ നെഗറ്റീവ്, എന്നിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും പിയിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും വരത്തക്ക രീതിയിൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരേനെ പോസിറ്റീവിനെ ഹോൾസിനെ ഇന്ന് തള്ളാനും തുടങ്ങും, നെഗറ്റീവിനെ ഈ എൻ ടൈപ്പിന് തള്ളാനും തുടങ്ങും. അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങോട്ട് ചാടിക്കടക്കാൻ എപ്പോഴാണ് പറ്റുക? ഈ ബാരിയർ ചാടിക്കടക്കണം. ബാരിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജിനെ ഈ ഒരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചാടിക്കടന്ന് കണ്ടക്ഷൻ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും കേസിൽ ഡിഫറെൻ്റ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് മുന്നേ പറഞ്ഞ കാര്യത്തിലോട്ടൊന്ന് പിന്നിലോട്ട് പോയി ആ രീതിക്കും ചിന്തിച്ചു കൊണ്ടുവരാവുന്നതാണ്. ജെർമേനിയത്തിൻ്റെ കേസിലാണ് നമുക്ക് എന്ത് വരുന്നത്? കൂടുതൽ ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ല് ദൂരത്ത് കിടക്കുന്നത്. സിലിക്കണിൻ്റെ കേസിൽ അടുത്താണ്. അപ്പോൾ തട്ടിത്തെടുപ്പിക്കാൻ എളുപ്പം ഏതാണ്? ജെർമേനിയത്തിൻ്റെ ആണ്. സിലിക്കണിൻ്റെ എന്താണ്? ബുദ്ധിമുട്ടാണ്. സോ ഒബ്വിയസ്ലി കൂടുതൽ വോൾട്ടേജ് ഇതിലായിരിക്കും, സിലിക്കണിലായിരിക്കും കട്ട് ഇൻ വോൾട്ടേജ്, ഈ ഒരു എന്താ പറയുക ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കൂടുതൽ ഉണ്ടാവുക. ജെർമേനിയത്തിന് എന്തായിരിക്കും? അത് കുറവായിരിക്കും. ആൻഡ് ടിപ്പിക്കലി ഫോർ സിലിക്കൺ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0.6 and 0.9
0.7 സിലിക്കൺ 7s എന്നുള്ള രീതിക്ക് ആലോചിക്കുക 6 or 7 0.6 or 0.7 ആണ് വരുന്നത് ആൻഡ് ഫോർ ജെർമേനിയം ഇറ്റ് ഈസ് അബൌട്ട് 0.3 to 0.35 സിലിക്കൻ്റെ ജനറലി 0.7 എന്നാണ് പറയുക ജെർമേനിയത്തിൻ്റെ 0.3 എന്നാണ് എടുക്കുക ആ വോൾട്ടേജ് എന്താ ബിൽറ്റ് ഇൻ വോൾട്ടേജ് ഓർ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ഫോർ സിലിക്കൺ ആൻഡ് 0.3 വോൾട്ട് ഫോർ ജെർമേനിയം അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ നമ്മൾ പുറമേ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും സോ ദിസ് പൊട്ടൻഷ്യൽ ബാരിയർ വിൽ ഓൾവേസ് എക്സിസ്റ്റ് ഈവൻ ഇഫ് ദ ഡിവൈസ് ഈസ് നോട്ട് കണക്റ്റഡ് ടു എനി പവർ സപ്ലൈ ഓക്കെ അപ്പോൾ ഇതൊരു സപ്ലൈ കൊടുത്തിട്ടല്ല എന്ത് കാരണം വന്നേ പൊട്ടൻഷ്യൽ എന്താ ഡിഫറെൻറ്റ് ആ ഗ്രേഡിയൻ ഡിഫറൻസ് കാരണം ഡിഫ്യൂഷൻ കാരണമാണ് ഇത് ഉണ്ടായത് അപ്പോൾ ഡിഫ്യൂഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത് ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ അക്രോസ് എ ജംഗ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ബോത്ത് ദ ഫ്ലോ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺ ഈ ബാരിയർ അവിടെ ഒരു തട ആയിട്ട് കിടക്കുകയാണ് അത് എന്തിനാ തുടർന്ന് ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് സമ്മതിക്കില്ല അപ്പോൾ ഇതാണ് ബേസിക് എന്താ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്തിലോട്ട് കടക്കുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് കടക്കുന്നത് അപ്പോൾ പി എൻ ജംഗ്ഷനിൽ ജംഗ്ഷൻ്റെ ആ ഒരു അപ്പുറം ഇപ്പുറമുള്ള റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നു അവിടെ എന്തില്ല ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഹോൾസും ഇല്ല ഇലക്ട്രോൺസും ഇല്ല ഇപ്പം എൻ ടൈപ്പിൽ പോസിറ്റീവ് നമ്മളുടെ ഡോണർ അയൺസ് നിൽക്കും പി ടൈപ്പിൽ നെഗറ്റീവ് ആക്സെപ്റ്റർ അയോൺസ് നിൽക്കും അതിൻ്റെ അപ്പുറം ഇപ്പുറം പണ്ടത്തെ എന്താണോ അതേപോലെ നിൽക്കും ഇവിടെ എൻ ടൈപ്പ് ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും പി ടൈപ്പ് നെഗറ്റീവ് പൊളാരിറ്റി ആയിട്ട് അതിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നു അതിനെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് മോർ ഫോർ സിലിക്കൺ ആൻഡ് ലെസ് ഫോർ ജെർമേനിയം സിലിക്കൺ 0.7 ആണ് ജെർമേനിയത്തിന് 0.3 ആണ് ഓക്കെ